അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു, താമാർ. ദാവീദിൻ്റെ മറ്റൊരു മകനായ അബ്നോന് അവളിൽ പ്രേമം ജനിച്ചു. അവൻ ഉപായത്താൽ അവളെ കീഴ്പ്പെടുത്തി നശിപ്പിച്ചു. ഇതറിഞ്ഞ അബ്ശാലോം അവനെ വെറുത്തു. അവൻ്റെ ഉള്ളിൽ പകയുണ്ടായി. ഒരവസരം വന്നപ്പോൾ അബ്നോനെ അബ്ശാലോം അടിച്ചു കൊന്നുകളഞ്ഞു. ഇതറിഞ്ഞ ദാവീദ് മനം നൊന്ത് ദുഃഖിച്ചു. 11-ാം അധ്യായത്തിൽ ഊരിയാവിനെ ഉപായത്താൽ ചതിച്ച ദാവീദിനെ കാണാൻ കഴിയും. ദാവീദ് എന്തിനു വേണ്ടിയാണോ ഉപായത്താൽ ചതിച്ചത്, അതേ വിഷയത്തിനു വേണ്ടി തന്നെ തൻ്റെ മകനായ അബ്നോൻ താമാറിനെ ചതിക്കുന്നത് കാണാം. അപ്പന് പുറത്തുള്ള ബത്ശേബയോടാണ് പ്രേമം തോന്നിയതെങ്കിൽ മകന് അകത്തുള്ള താമാറിനോട് ഇത് തോന്നി. ദാവീദ് ഉപായത്താൽ ഊരിയാവിനെ കൊന്നപ്പോൾ മകനായ അബ്ശാലോം ഉപായത്താൽ അമ്നോനെ കൊന്നു. അപ്പൻ പുറത്ത് ഉപായം ഉപയോഗിച്ചപ്പോൾ മകൻ അകത്ത് ഉപായം പ്രയോഗിച്ചു. അപ്പൻ തന്ത്രപരമായി ചെയ്തത് മകൻ ബലാത്കാരമായി ചെയ്തു. ആയതിനാൽ വചനം പറയുന്നു, വഞ്ചിക്കപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും.